അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. ഇന്ന് 2-3 കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ട്. ഹബീബായ റസൂലുള്ളാഹിൻ്റെ ആസാറുകളിൽപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽപാദം പതിഞ്ഞൊരു കല്ലിൽ അടയാളം, അതേപോലെ ഫാത്തിമ ബീവിയുടെ ഷോള്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു കിടന്ന വിരിപ്പ്, ഹബീബായ റസൂലുള്ളാഹിൻ്റെ താടിരവും, ഇത് ഇന്ത്യയിലെ ഒരു ദർഗയിൽ നിന്നും കണ്ടെത്തിയൊരു വാർത്ത. അതോടൊപ്പം തന്നെ നമ്മളൊരു കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യാനുണ്ട്. ഊർങ്ങാട്ടിരിയിൽ പെരുന്നാളിന് ടൂർ പോയതാണ് ഒരു കുടുംബം. 3 വയസ്സായ ഇർഫാൻ ആസിഫ് എന്നൊരു കുട്ടിയുടെ സ്വിമ്മിംഗ് പൂളിൽ മരണപ്പെട്ടു. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ സ്വിമ്മിംഗ് പൂളുള്ള ടൂറാണ് ഇഷ്ടം. ഇന്നലെ ഞായറാഴ്ചയാണ്. എല്ലാവരും ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ച് റൂം വെക്കറ്റ് ചെയ്ത് വരുന്ന സമയത്താണ് ഈ കുട്ടി സ്വിമ്മിംഗ് പൂളിൽ വീണത്. അങ്ങനെ മരണപ്പെട്ടു. ഏക മകനായിരുന്നു അത്രേ. നമ്മളെല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യുക. ആ പൊടുന്നനെയുള്ള ആ കുഞ്ഞിൻ്റെ ഒരു മരണം ആ ഒരു ഉപ്പാക്കും ഉമ്മാക്കും സഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കും. നമ്മുടെ വീഡിയോ കാണുന്ന പലർക്കും ഈ വിഷയം അറിഞ്ഞ ആളുകളായിരിക്കാം. അപ്പോൾ നമ്മൾ ഈ വിസാൽ മീഡിയ കാണുന്ന കുടുംബം ആ ഒരു പൊന്നുമോൻക്ക് വേണ്ടി ദുആ ചെയ്യുക. പെരുന്നാളിൻ്റെ ഒരു ടൂറ് സന്തോഷത്തോട് കൂടിയിട്ട് അതിൻ്റെ ഏറ്റവും വലിയ ആനന്ദങ്ങളൊക്കെ അനുഭവിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരാൻ ഇരിക്കുമ്പോഴാണ് ഈ കുഞ്ഞിനെ ഈ ഒരു വെള്ളത്തിൽ സ്വിമ്മിംഗ് പൂളിൽ വീണ് മരണപ്പെട്ടത്. അതോടൊപ്പം നമ്മൾ ദുആ ചെയ്യാറുള്ളത് കുറ്റിപ്പുറത്തുള്ള വലിയൊരു സൂഫി ഗുരുവുണ്ട്, കുറ്റിപ്പുറം അബ്ദുള്ള മുസ്ലിയാർ. അദ്ദേഹം വഫാത്തായി. അദ്ദേഹത്തിൻ്റെ മകൻ റഷീദ് ബാക്കവിക്കൊരു മകനുണ്ട്, മുഅയ്മിൻ അഹ്സനി എന്ന് പേരുള്ള ഒരു ഉസ്താദ്. അദ്ദേഹം കുന്നംകുളത്തിനടുത്തൊരു വാഹനാപകടത്തിൽ ആ ഉസ്താദ് മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മുഅയ്മിൻ അഹ്സനി എന്ന് പറയുന്ന ഈ ഉസ്താദ്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ വേറെ 2 പേർക്കും കൂടി പരിക്കുണ്ട്. മുഫദ്ദൽ അഹ്സനി എന്ന് പറയുന്ന ഒരു ഉസ്താദിനും അതേപോലെ ബാസിത്ത് ഇർഫാൻ, 2 പേരും ഗുരുതരമായിട്ട് പരിക്കേറ്റ് ചികിത്സയിലാണ്. ഈ 3 പേർക്കുമാണ് അപകടത്തിൽപ്പെട്ടത്. ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന സുന്നികൾക്ക് പരിചയമുള്ളൊരു പേരാണ് കുറ്റിപ്പുറം മർഹൂം അബ്ദുള്ള മുസ്ലിയാർ. അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ പെടുന്ന വലിയൊരു മഹാനാണ്. അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയാണ് ഈ മുഅയ്മിൻ അഹ്സനി എന്ന് പേരുള്ള ഈ ഉസ്താദ്. അപ്പോൾ നമ്മളെല്ലാവരും ദുആ ചെയ്യുന്നതോടൊപ്പം ഈ ഉസ്താദിന് വേണ്ടിയും ദുആ ചെയ്യുക. അതേപോലെ പരിക്കേറ്റ് കിടക്കുന്ന ആ 2 ഉസ്താദുമാർ കൂടിയുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അവർ എല്ലാ പ്രശ്നങ്ങളും മാറി സുഖകരമായ ഒരു ആരോഗ്യത്തിലേക്ക് അവർക്ക് അള്ളാഹു തിരിച്ചു വരാനുള്ള തൗഫീഖ് അള്ളാഹു കൊടുക്കട്ടെ. سنخوض معاركنا معهم وسنمضي جموعا نردوهم ونعيد الحق المغتصب وبكل القوة ندفعه. سنخوض معاركنا معهم وسنمضي جموعا نردوهم ونعيد الحق المغتصب وبكل القوة ندفعه. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഹബീബായ റസൂലുള്ളാഹിൻ്റെ ആസാർ കണ്ടെത്തിയൊരു വാർത്ത. ഹബീബായ റസൂലുള്ളാഹിൻ്റെ തിരുശേഷിപ്പുകൾ കണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ ഹബീബായ റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് വളരെ വലിയ ഈമാനിക ആവേശമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത്തരം ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോ പങ്കുവെക്കുന്നത്. അതൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളുകൾ, വിശ്വാസമുള്ള ആളുകൾ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. ദയവ് ചെയ്ത് വിശ്വാസമില്ലാത്ത ആളുകൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ബാഡ് കമൻറ്റുകൾ ഇടാതിരിക്കുക. ഹബീബായ നബിയുടെ കാലിൻ്റെ സ്പർശനമുള്ളൊരു കല്ല്, കാലിൻ്റെ അടയാളം, അതേപോലെ ഹബീബായ നബിയുടെ താടിയുടെ രോമം, തിരുശേഷിപ്പുകൾ, അത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വളരെ അത്ഭുതകരമായിട്ട് കണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ ബീഹാറിലെ ഔറംഗാബാദിൽ നിന്നാണ് നൂറ്റാണ്ടുകളായിട്ട്, അതായത് ഹബീബായ നബിയുടെ കാലശേഷം സംരക്ഷിക്കപ്പെട്ട ഹബീബായ നബിയുടെ തിരുമുടി, താടിയുടെ രോമം, അതോടൊപ്പം തന്നെ ഹബീബായ നബിയുടെ കാൽപാദം പതിഞ്ഞൊരു കല്ലിൽ കാൽപാദം കൊത്തിവെച്ചത്. ഇത് സ്വഹാബികൾ കൊത്തിവെച്ചതാണ് ഈ കല്ലിൽ. അതോടൊപ്പം തന്നെ ഫാത്തിമ ബീവിയുടെ ഷാള്, ഹസനും ഹുസൈനും ഉപയോഗിച്ചിരുന്ന വിരിപ്പ്, ഇതൊക്കെ ഒരു മക്കാമിൽ നിന്ന്, ഒരു സൂഫിയുടെ മക്കാമിൽ നിന്ന് ജ്ഞാനഭാരതം എന്ന പേരുള്ള, അതായത് നമ്മുടെ സർക്കാർ ഇത്തരത്തിലുള്ള സൂഫി ആശ്രമങ്ങളിൽ നിന്ന് താടന കേന്ദ്രങ്ങളിലെ സംരക്ഷിത വസ്തുക്കൾ സർവേ ചെയ്ത് കണ്ടെത്തുന്നൊരു വിഭാഗമുണ്ട് നമ്മുടെ ഭാരതത്തിൻ്റെ. അതിൻ്റെ സർവേയിലാണ് ഈ അത്ഭുതങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. മാഷാ അല്ലാഹ്, എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ ആദ്യം ഹബീബായ നബിയുടെ അവിടുന്ന് കണ്ടെടുക്കപ്പെട്ട തിരുശേഷിപ്പ് ഞാൻ കാണിച്ചു തരാം. വലിയ ക്ലിയറൊന്നും ഈ ഫോട്ടോയിലില്ല, പക്ഷേ ഇത് ഹക്കായ ഒന്നാണ് എന്നുള്ളത് ഇത് കാണുമ്പോൾ മനസ്സിലാവും. അള്ളാഹു നമുക്കത് ആ കണ്ടതുകൊണ്ട്, വീഡിയോയിലാണെങ്കിലും ഫോട്ടോയിലാണെങ്കിലും കണ്ടതുകൊണ്ട് ആ കണ്ണുകൾക്ക് അള്ളാഹു അതിൻ്റെ ഒരു അനുഗ്രഹങ്ങൾ ബർക്കത്ത് നൽകട്ടെ. ഇനി ഇതാണ് ഹബീബായ നബിയുടെ പാദം പതിഞ്ഞ കല്ല്. ഈ കല്ലിൽ കൊത്തിവെച്ച ഒരു ശിലാഫലകമാണ്. ആ ഒരു ശിലയിൽ അത് കൊത്തിവെച്ച ഹബീബായ നബിയുടെ കാലുകൾ, ഇതൊക്കെ സ്വഹാബികൾ കൊത്തിവെച്ചതാണ് എന്നുള്ളതാണ്. പിന്നെ അതോടൊപ്പം തന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിശുദ്ധ ഖുർആൻ,
ആ ഖുർആനാണ് നമ്മൾ ഈ കാണുന്നത്. അതോടൊപ്പം ഫാത്തിമ ബീവി ഹബീബ നബിയുടെ കരളിൻ്റെ കരളായ ഫാത്തിമ ബീവി ഉപയോഗിച്ച ഷാള്, പിന്നെ ഹസനും ഹുസൈൻ റളിയല്ലാഹു കിടക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വിരിപ്പ്, ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഷെയ്ഖ് ജീലാനി, അബ്ദുൽ ഖാദിർ ജീലാനി എന്നു പേരുള്ള വലിയ സൂഫി ഗുരുവിൻ്റെ ശിഷ്യൻ ഇന്ത്യയിലേക്ക് മതപ്രചരണാർത്ഥം സൂഫി ഗുരുവായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്നതാണ് ഈ തിരുശേഷിപ്പുകളൊക്കെ. കണ്ടെടുത്തത് ഈ ബീഹാറിലെ ഔറംഗാബാദിലെ മുഹമ്മദിയ ഖാദിരിയ എന്ന് പേരുള്ള ഒരു സൂഫി ഗുരുവിൻ്റെ ഒരു മക്കാമിലെ ഖനനത്തിലാണ്, അവിടുത്തെ പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിങ്ങോട്ട് കൊണ്ടുവന്നത് സൈദാന മുഹമ്മദ് ജീലാനി റളിയല്ലാഹു അൻഹു എന്ന് പേരുള്ള അബ്ദുൽ ഖാദിർ ജീലാനിയുടെ മുരീദായിരുന്ന ഒരാളാണ്, അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്നതാണ്. അപ്പോൾ പലർക്കും സംശയം തോന്നും, ഹബീബായ നബിയുടെ തിരുശേഷിപ്പുകൾ എങ്ങനെ കിട്ടുക? അത് ഹബീബായ നബി തന്നെയാണ് എന്ത് ചെയ്തത്, ആളുകൾക്ക് അത് കൊടുത്തത്. ഇതൊക്കെ ചരിത്രപരമായിട്ട് തെളിവുകളുള്ള ഒന്നാണ്. ഇതൊരു സൂഫി കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയത് കൊണ്ട് തന്നെ ഇതൊരു കച്ചവടവൽക്കരിക്കാത്ത വസ്തുവായതുകൊണ്ട് എനിക്കത് വിശ്വാസമാണ്. ഇനി വിശ്വാസമില്ലാത്ത ആളുകൾ ഇവിടെ നിങ്ങൾ വീഡിയോ കാണണ്ട, നിങ്ങൾ ബേഡ് കമൻറ്റ് ഇടണമല്ലോ. ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളല്ലേ. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ആസാറുകൾ, തിരുശേഷിപ്പുകൾ, അത് മുടിയാവട്ടെ, റസൂലുള്ളാഹിൻ്റെ പാദത്തിൻ്റെ അടയാളമാവട്ടെ, കാണുമ്പോൾ ഇൻഷാ അല്ലാഹ് എനിക്കത് ഭയങ്കരമായിട്ട് ഈമാനികമായിട്ട് വലിയ സന്തോഷം നൽകുന്നൊരു കാഴ്ച. ആ സന്തോഷം കൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. ഇനി നിങ്ങൾക്ക് ഇത് കാണാൻ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആരും ഞാൻ നിർബന്ധിപ്പിക്കൂല. ദയവ് ചെയ്തിട്ട് മറ്റൊരാളെ വിശ്വാസത്തിനെ മാനിക്കാമെന്നൊരു മനസ്സ് നിങ്ങൾ കാണിക്കുക. ചിലർക്കൊന്നും വിശ്വാസം വരില്ല. അതൊക്കെ അതിലിപ്പോൾ ഒരു പ്രത്യേകത, പണ്ട് പിണറായി പോലെ അതൊക്കെ ഒരു ബോഡി വേസ്റ്റ് ആയിട്ട് മാത്രം കാണുന്നവരുണ്ട്. കണ്ടോളിങ്ങൾക്ക്, കാരണം അവരുടെ ഒരു വിശ്വാസം അനുസരിച്ച് അങ്ങനെയാണ്. ഹബീബ നബിയുടെ മേത്തുണ്ടായിരുന്നൊരു മുണ്ടോ, ഹബീബ നബിയുടെ തിരുശരീരത്തിൽ എന്തെങ്കിലും പറ്റിപ്പ, അത് മുഴുവനും സ്നേഹത്തോടും ആദരവോടുകൂടി കണ്ടിരുന്നൊരു ആളുകളാണ് സ്വഹാബികൾ. എത്രത്തോളം അവർ മത്സരിച്ചിരുന്നു എന്നറിയോ ഹബീബ നബിയോടൊപ്പം ചേർന്ന് നിൽക്കാൻ. ഒരു സ്വഹാബിയുടെ കഥകൾ കേട്ടിട്ടില്ലേ? ഈ ബദർ യുദ്ധ വേളയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലൈന് ശരിയാക്കാൻ വേണ്ടി ഇങ്ങനെ വടികൊണ്ട് കുത്തിയപ്പോൾ അയാളുടെ മേത്തേക്ക് ചെറിയൊരു പെയിനായി, വേദനയായി. അയാളൊന്നും വല്ലാതെയായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ശ്രദ്ധിച്ചിട്ടില്ല, അതിന് മാത്രമില്ല. പക്ഷെ അയാൾക്ക് എന്തോ ചെറിയൊരു വേദന. അങ്ങനെ നബിയോട് വന്ന് ഇയാൾ പരാതി പറയാൻ, ഹബീബ നബിയെ, അങ്ങ് ആ വടി കൊണ്ട് കുത്തിയപ്പോൾ എനിക്ക് വേദന, എനിക്ക് പ്രതികാരം ചെയ്യണമെന്ന്. ഇതങ്ങോട്ട് കേട്ടതോടുകൂടി ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ രോഷം മണപൊട്ടി. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പ്രതികാരം ചെയ്തോളൂ. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, അങ്ങ് എന്നെ വടി കൊണ്ട് കുത്തിയ സമയത്ത് ഞാൻ മേൽവസ്ത്രം ധരിച്ചിരുന്നില്ല. പാവം, അതിൻ്റെയൊക്കെ മേൽവസ്ത്രം ഇല്ലായിട്ടാട്ടോ ധരിച്ചിരുന്നില്ല. അതുകൊണ്ട് അങ്ങയുടെ മേൽവസ്ത്രം മാറ്റണം. ഹബീബ നബി ഒന്നും ഒരു വിസമ്മതവും കാണിക്കാതെ ആ ഒരു തിരുമേനി കാണിക്കുന്ന ഹബീബ നബിയുടെ ആ തിരുശരീരം ഇങ്ങോട്ട് മാറ്റിയിട്ട്, ആ ഡ്രസ്സ് അങ്ങോട്ട് മാറ്റി ആ തിരുശരീരം കാണിക്കുന്നൊരവസ്ഥ, ആ ശരീരത്തിലേക്ക് അങ്ങോട്ട് ചേർത്ത് വാരി പുണർന്നിട്ട് ഉമ്മ വെക്കുന്നൊരു സ്വഹാബി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതാണ്, ഈ ശരീരത്തോടൊന്ന് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ശരീരം ഒരിക്കലും നരകം വരൂലല്ലോ, നരകത്തിൻ്റെ ചൂടറിയേണ്ടി. ഇതാണ് പ്രവാചക സ്നേഹം. ആ ശരീരത്തിനെ, ആ ഒരു ആശയത്തിനെ, അതുമായി ബന്ധപ്പെടുന്നത് എല്ലാത്തിനും സ്നേഹിച്ചിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഹബീബ നബിയുടെ ആസാറാണെന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വാസമാണ്, ഞാനത് വിശ്വസിക്കുന്നു. ഇതിൽ എത്ര പേര് വിശ്വസിക്കുന്നു നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. എനിക്ക് വിശ്വാസം വരാത്ത എവിടെ എന്നറിയോ? ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ആൾക്കാരെ കാണിച്ചിട്ട് ഇങ്ങനെ കാശ് വാങ്ങി പറ്റിക്കുന്നവരാണെങ്കിൽ അത് ചിലപ്പോൾ ശരിയായിരിക്കട്ടെ, ഞാനൊന്നും തള്ളിപ്പറയാനൊന്നുമില്ല. എനിക്കത് പേഴ്സണലി എന്താവില്ല, വലിയ വിശ്വാസമാവില്ല. കാരണം അത് ഉപയോഗിച്ചിട്ട് നാട്ടുകാരെന്ത് ചെയ്യലാണ്, അതിലേക്ക് മറ്റൊന്നിലേക്കും സംഭാവന വിരിയിപ്പിക്കാനും മറ്റൊന്നിലേക്കും ആവശ്യങ്ങളിൽ കൊണ്ടുവരാം. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തല്ല, അതൊരു ശരിയായ കീഴ്വഴക്കല്ല. പല മഹാന്മാരും കബറടക്കുന്ന സമയത്ത് അവരുടെ കബറിൻ്റെ കൂടെ കഫംപുടയിൽ ഇത് വെക്കാൻ പറയുമായിരുന്നു. ഇത് ഈ വീഡിയോ കണ്ടപ്പോൾ ഈ സന്തോഷത്തിനാണ് ഞാൻ ഈ വീഡിയോ പങ്കുവച്ചത്. അപ്പോൾ ഇത് വിശ്വാസമുള്ള ആളുകൾ താഴ്ന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ കണ്ണുകൊണ്ട് എവിടെയെങ്കിലും ഇതിന് ശേഷിപ്പുകളൊക്കെ സൂക്ഷിച്ച പലയിടങ്ങളുണ്ടല്ലോ, നിങ്ങളത് കണ്ണുകൊണ്ട് കാണാനുള്ള ഭാഗ്യമുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സന്തോഷം താഴെ പങ്കുവെക്കുക. അതിൽ ഒരു കാര്യം കൂടി പറയണമെന്ന്, ജൂൺ 1 തിങ്കളാഴ്ച സ്കൂളുകളൊക്കെ ആരംഭിക്കുകയാണ്. നമ്മുടെ വീഡിയോ കാണുന്ന ആരുടെയൊക്കെ മക്കൾ ഇന്ന് ആദ്യമായിട്ട് സ്കൂളിൽ പോകണമെന്നുണ്ടെങ്കിൽ ആ സന്തോഷം ഒന്ന് പങ്കുവെക്കണേ. ഇപ്പം എൻ്റെ കുട്ടി LKG നിന്ന് ഇപ്പോൾ തവണ UKGക്കാണ്. ചെറുപക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന പലരുടെയും കുട്ടികൾ ഇന്ന് ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ ആ ഒരു സന്തോഷം, പുതിയ സ്കൂളിലേക്ക് പുതിയ കുട്ടികളായിട്ട് പോകുന്ന സന്തോഷം ഉണ്ടെങ്കിൽ അതൊന്ന് പങ്കുവെക്കാൻ മറക്കരുത്. അപ്പോൾ ഞാനൊന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ജനങ്ങളുമായിട്ട് ഏറ്റവും ബന്ധമുള്ളൊരു ചോദ്യമാണ്. ഇന്ന് മുതൽ ജൂൺ 1 മുതൽ മിൽമയുടെ പാക്കറ്റിന്, ഒരു പാലിൻ്റെ പാക്കറ്റിന് വില കൂട്ടിയിട്ടുണ്ട്. എത്ര രൂപയാണ് വില കൂട്ടിയത് എന്നാണ് ചോദ്യം. ഇത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മളിങ്ങനെ പാല് മേടിക്കാൻ വേണ്ടി ഹസ്ബൻഡിനോട് പറയും, ഒരു പാക്കറ്റ് പാല് മേടിച്ചോ, ഇതിന് വില കൂടിയോ ഇല്ല എന്നുള്ള വീട്ടമ്മമാരെ അറിയോ ഇല്ലയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്ന് മുതൽ മിൽമ പാലിൻ്റെ ഒരു പാക്കറ്റിന് വില കൂടി. ഈ വില കൂടിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കടയിൽ പോയിട്ട് ചായ കുടിക്കാൻ പോയാൽ
നല്ല വില കൂടും. ഇപ്പം നിലവിൽ തന്നെ ഗ്യാസ് കിട്ടായിട്ട് ഇപ്പോൾ 12 രൂപയോ 15 രൂപയൊക്കെയാണ് ചായയുടെ വില. ചില കടകളിൽ 15 ആണെങ്കിൽ ചില കടകളിൽ 12 ആണ്. ഇനിയിപ്പോൾ ഇന്ന് മുതൽ മിൽമയുടെ പാക്കറ്റിന് 4 രൂപ കൂട്ടി. ഈ 4 രൂപ കൂട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള പാലിൻ്റെ പാൽ കമ്പനിക്കാരും എന്ത് ചെയ്യും, വില കൂട്ടും. ഫലം നമ്മളിപ്പോൾ ഒരു ചായ അടിക്കാൻ പോയാൽ 20 റുപ്യ കൊടുക്കേണ്ടി വരുന്നൊരു സാഹചര്യമാണ്. നിലവിൽ ഈ 15ഉം 12ഉം 14ഉം പല രീതിയിലൊക്കെയാണ് ഒരു ഗ്ലാസ് ചായയുടെ റേറ്റ് കൊടുക്കണം. ഇനിയിപ്പോൾ ഇന്ന് മുതൽ ഇതിൻ്റെ പാലിൻ്റെ വില കൂട്ടിയ സ്ഥിതിക്ക് വീണ്ടും എന്ത് ചെയ്യും, റേറ്റ് കൂടും. അപ്പോൾ എത്ര രൂപയാണ് മിൽമ ഒരു പാക്കറ്റിന് വില കൂട്ടിയത് എന്നുള്ളതാണ് ചോദ്യം. ഞാനൊരു ക്ലൂ തരാം. ഒന്ന് 5 രൂപ, 4 രൂപ, 1 രൂപ. ഇതിലേതാണ് ശരി ഉത്തരം എന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.